ആ ഒരു ഗബ്രിയും ജാസ്മിൻ പെൺകുട്ടിയും സഹിക്കാൻ വേണ്ടിട്ട് ചെറിയ കുട്ടികൾ പോലും ഇപ്പോഴുള്ള കാലത്ത് കുടുംബസമേതം കാണാൻ പറ്റും. അത് ഞങ്ങൾക്ക് പറഞ്ഞാൽ നെഗറ്റീവായിട്ട് കാണുന്നവർക്ക് അത് നെഗറ്റീവായിട്ട് കാണാൻ പറ്റും. നല്ല രീതിയിൽ നോക്കാൻ പറ്റും, നല്ല രീതിയിൽ തന്നെ കാണാം. ആദ്യത്തെ എപ്പിസോഡ് മാത്രം കൊള്ളാം, പിന്നെ ബാക്കിയുള്ള ഒരെണ്ണം പോലെ ഇരുന്ന് കുടുംബമായിട്ട് കാണാൻ പോലും കൊള്ളൂല. അല്ലാതെ കുടുംബ പ്രേക്ഷകർ കാണണം അതൊരു കണ്ടന്റ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടല്ല. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. നമ്മളെപ്പോലുള്ള യുവാക്കളുടെയും കുടുംബസമേതന്മാരുടെയും അഭിപ്രായം എന്ന് പറയുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം ഇപ്പോൾ ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു പരിപാടി എല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചില സൈഡിലൊക്കെ അങ്ങനെയുണ്ട്, അവർ ഭയങ്കരമായിട്ട് വേർഡ്സ് യൂസ് ചെയ്യുന്നതൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരു കുടുംബസമേത ആ ഒരു അപ്രോച്ച് ചെറിയ കുട്ടികളുടെ ജനപ്രിയ പ്രോഗ്രാം ബിഗ് ബോസ്. എന്നാൽ വിവാദങ്ങളും ഏറെ. ജനാഭിപ്രായങ്ങളിലേക്ക്. ബിഗ് ബോസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല പ്രോഗ്രാമാണ്. പൊതുവിൽ കാണാറുണ്ടോ എല്ലാ എപ്പിസോഡും? പക്ഷെ പൊതുവിൽ ഒരു കുടുംബസമേതം ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന പ്രോഗ്രാം അല്ല എന്നൊരു പരാതിയും പൊതുവിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ചില എപ്പിസോഡൊക്കെ വൾഗറാണെന്ന് പറയുന്നുണ്ട്. ശരിയാണോ അത്? അപ്പോൾ അതിനെ പോസിറ്റീവായി കാണുന്ന നെഗറ്റീവായിട്ട് കാണുന്നു? ഗെയിം എന്നുള്ള രീതിയിൽ പൊതുവിൽ ചാനലുകാർ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് എന്തും കാണിക്കുന്ന ഒരു സമീപനം, അതിനെ അങ്ങനെ കാണാൻ പറ്റുമോ? റേറ്റിംഗ് ഒന്നല്ല, അങ്ങനെ കാണാൻ കഴിയില്ല. ഗെയിമായിട്ട് ഒരു ഗെയിമായിട്ട് മാത്രം കണ്ടാൽ മതി എന്നാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം. അല്ലാതെ അതിനെ മറ്റൊരു തലത്തിലോട്ട് കാണണ്ട. നമ്മൾ മറ്റൊരു ആറ്റിറ്റ്യൂഡിൽ വെച്ചുകൊണ്ട് കാണുമ്പോഴാണ് അതിനെ അത്തരത്തിലൊരു സമീപനം സ്വീകരിക്കാൻ കഴിയുന്നത്, അല്ലേ? ഒരു എന്താ പറയുക, ചിലരൊക്കെ പറഞ്ഞു കുടുംബസമേതം കുട്ടികളോടൊപ്പം ഇരുന്ന് കാണാൻ പറ്റുന്ന ഇതല്ല എന്നൊക്കെ പറയും. അത് ഞങ്ങൾക്ക് പറഞ്ഞാൽ നെഗറ്റീവായിട്ട് കാണുന്നവർക്ക് അത് നെഗറ്റീവായിട്ട് കാണാൻ പറ്റും. നല്ല രീതിയിൽ നോക്കാൻ പറ്റും, നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റും. അത് ഞങ്ങൾക്ക് ഒരു ഗെയിമായിട്ട് നമ്മൾ അങ്ങനെ കണ്ടാൽ മതി. കണ്ടാൽ മതി, വേറെ രീതിയിലൊന്നും മറ്റു രീതിയിൽ കാണുമ്പോഴാണ് ഇങ്ങനെ തോന്നുന്നത്. ബിഗ് ബോസ് കാണാറുണ്ടോ? ബിഗ് ബോസ് കണ്ടിട്ടൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, വല്ലപ്പോഴൊക്കെ കാണും. എവിടെ സ്ഥലം? എവിടെ? പാലക്കാടാണ്. പാലക്കാട്. കണ്ട എപ്പിസോഡൊക്കെ എങ്ങനെയുണ്ട്? നെഗറ്റീവ്സ് ആണോ അതോ പോസിറ്റീവായിട്ട് എന്തെങ്കിലും പറയാൻ കഴിയുമോ? കണ്ട എപ്പിസോഡിൽ ഒരു എപ്പിസോഡ് ഭയങ്കര ഉറപ്പിക്കലായിരുന്നു. ജാസ്മിൻ എന്ന് പറഞ്ഞ കുട്ടീരെ സഹിക്കാൻ പറ്റുന്ന അഭിപ്രായം. ജാസ്മിൻ്റെ എന്ന് പറഞ്ഞാൽ സെക്സ് എന്നുള്ള ലെവലിലാണ് കണ്ടന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ വൾഗറായിട്ട് പല എപ്പിസോഡും പോകുന്നു എന്ന് പറയുന്നു. റേറ്റിംഗ് കൂട്ടുന്നല്ല, അത് നമ്മൾ കാണുന്നവർക്ക് തന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. ആ ലെവലാണ് ആ ഒരു ഗബ്രിയും ജാസ്മിൻ പെൺകുട്ടിയും ഭയങ്കര സഹിക്കാൻ വേണ്ടിട്ട് ചെറിയ കുട്ടികൾ പോലും ഇപ്പോഴുള്ള കാലത്ത് കുടുംബസമേതം കാണാൻ പറ്റില്ല. അത് ഫുൾ ടൈം പകരനകത്ത് കഴിയും. ഞങ്ങൾക്ക് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ അമേരിക്കൻ കൾച്ചർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാം. വെസ്റ്റേൺ കൾച്ചറിലാണ് പോകുന്നത്. വെസ്റ്റേൺ ആണ് അമേരിക്ക. അത് ലെവലിൽ പോയാലും നാട്ടുകാർ പോയി ഉറപ്പിക്കലാണ്, നല്ലത് പറയാൻ പറ്റില്ല. എല്ലാവർക്കും അത്, ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും. അതൊക്കെ ഇപ്പോഴത്തെ കൾച്ചർ നമ്മൾ അക്സെപ്റ്റ്, നമുക്ക് പറ്റില്ല. നല്ല അഭിപ്രായമില്ല, പൊതുവിലൊരു നെഗറ്റീവ് അഭിപ്രായം തന്നെ. നെഗറ്റീവ് അഭിപ്രായം തന്നെ. പക്ഷെ അതിൽ ഒരാൾ മാത്രമേ നല്ല ഇഷ്ടപ്പെട്ടു. ആരാണ്? ഒരു ജിമ്മാന്റെ പേര് മറന്നുപോയി. ആള് സൂപ്പർ ആയിട്ടുണ്ട്, നല്ല ഇഷ്ടമാണ്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായം, ആള് സൂപ്പർ ആയിട്ടുണ്ട്. കണ്ടന്റ് ശരിയല്ല, അല്ലേ? കണ്ടന്റ് ശരിയല്ല. അത് ആരും ഇത് മാത്രമേ ഉള്ളൂ പ്രശ്നം. പെൺകുട്ടിയും അത് ഭയങ്കര ഉറപ്പിക്കലാണ്. അപ്പൊ എന്റെ വീട്ടിൽ തന്നെ ഫാമിലി ടി വി കാണുന്നത്. അപ്പൊ വല്ലപ്പോഴൊക്കെ ഞാൻ കാണുന്നത്. കാണുന്ന ടൈമിനും ഇതായിരിക്കും നടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും ഇപ്പം കാണാറില്ല, ഇപ്പം അവോയ്ഡ് ചെയ്യുന്നു. ഇപ്പം വലുതായിട്ട് കാണാറില്ല. പേരലി അതും ഇതായിട്ട് യാതൊരു ഇതുമില്ല. പേരലി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഇതാണ്. പക്ഷെ ഇതെന്തോ മറ്റൊരു രീതിയിലാണ്, മറ്റൊരു രീതിയാണ്. എല്ലാപ്പോഴും ചില ഇപ്പോഴുള്ള നിങ്ങൾ പറയും പോലെ കൾച്ചറാണെന്ന് നോക്കി കൾച്ചറൊന്നുമില്ല, ഉറപ്പിക്കലാണ്. റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തും കാണിക്കുക എന്നുള്ള ഒരു ഇത് അങ്ങനെ വരുന്നുണ്ടോ? റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. ഈ പെൺകുട്ടികൾക്ക് മാനം പോകുന്നല്ല, അത്രേ ഉള്ളൂ, അല്ല വേറെ സംഭവിക്കുന്നില്ല. ഇപ്പം നാളെ ആ പെൺകുട്ടി മുസ്ലിമോ ഹിന്ദു അങ്ങനെയുള്ള കാര്യമില്ല. നാളെ സമൂഹത്തിന് മുമ്പ് ആൾക്കാർ എന്ത് കണ്ണിൽ കാണുന്നുള്ളതാണ് ചോദ്യം. അയാളെ കുറിച്ചൊരു ആണ് നമുക്ക് ഈ ലെവലിൽ ബിസിനസ് മൈൻഡ് അല്ലെങ്കിൽ ഈ പെൺകുട്ടി പല കാര്യങ്ങൾ നടക്കുന്നുള്ള മൈൻഡുള്ള ആൾക്കാരുണ്ട്. ആ രീതിയിലും ആ ലെവലിൽ ചിന്തിക്കുമ്പോൾ ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. അല്ലാതെ വെക്കുമ്പോൾ നല്ല കുടുംബത്തിലെ ആളുകൾ ഈ പെൺകുട്ടി കുടുംബത്തിക്കാരൻ പറ്റില്ല, ആ ലെവലിൽ ചിന്തിക്കും. രണ്ടുകൊണ്ട് ചോദ്യങ്ങൾ. എന്താണെന്ന് നമ്മളെ അഭിപ്രായം ഇതാണ്. ഓക്കെ, ബിഗ് ബോസിനെ കുറിച്ച് മോൻ്റെ അഭിപ്രായം എന്താ?
ബിഗ് ബോസിൽ വെറുതെ എന്തിനാ പോയി അടി ഉണ്ടാക്കുന്നത്? അതിനെക്കാളും നല്ല അവരെല്ലാരും അവരെ വെറുതെ നിർത്തുന്നില്ലേ? അല്ല, എല്ലാ എപ്പിസോഡും കാണാറുണ്ടോ? എല്ലാ എപ്പിസോഡും കാണാറില്ല, പക്ഷെ ഒരു നിലവിൽ കുറച്ച് എപ്പിസോഡ് ഉണ്ട്. കണ്ടപ്പോ എങ്ങനെ കൊള്ളാന്നുള്ളതാണോ അത്? കണ്ടപ്പോ ഈ സീസണിലെ കണ്ടസ്റ്റൻസ് ആണ് ഏറ്റവും മോശം കണ്ടസ്റ്റൻസ്. കാരണം അവരെല്ലാരും ഒരു കൾച്ചറും ഇല്ല. കഴിഞ്ഞ വർഷത്തില് ഇതിനേക്കാളും നല്ല കണ്ടസ്റ്റൻസ് ആയിരുന്നു. ഇത്തവണ കൾച്ചർ ഇല്ല. ഈ വർഷം ഫുൾ അടിയാണ് അവിടെ. അല്ല അതെല്ലാ വർഷം ഉണ്ട്, ഒരു കൾച്ചറും ഇല്ല. കൾച്ചറില്ലാത്ത രീതിയിലാണ് അവരുടെ ഓരോ എപ്പിസോഡും. അതെ, കുടുംബമായിട്ടിരുന്ന് കാണാൻ കഴിയില്ല. ഇല്ല, ആദ്യത്തെ എപ്പിസോഡ് മാത്രം കൊള്ളാം, പിന്നെ ബാക്കിയുള്ള ഒരെണ്ണം പോലെ ഇരുന്ന് കുടുംബമായിട്ട് കാണാൻ പോലും കൊള്ളൂല. ആരാണ് ഏറ്റവും ഇഷ്ടമുള്ളത് അല്ലേ? എനിക്കോ? എനിക്ക് ബിഗ് ബോസ് സീക്രട്ട് ഏജന്റ് അയാളാണോ? കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇനി കാണോ ബിഗ് ബോസ്? ഞാൻ കാണാറുണ്ട്. അപ്പൊ കാണാൻ കൊള്ളാമെങ്കിലും കാണും. കൊള്ളാമെന്ന് അറിയാൻ വേണ്ടിട്ട് കാണുന്നതാണ് അല്ലേ? എന്താ പേര്? ജോയിൽ. എത്ര പഠിക്കുന്നത്? 6. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ബിഗ് ബോസ് കാണാറുണ്ടോ? എങ്ങനെയുണ്ട്? നല്ല പ്രോഗ്രാമാണോ? എങ്കിലും എന്ന് മുതലാണ് കണ്ടു തുടങ്ങിയത്? തുടങ്ങിയ സമയം മുതൽ കണ്ടു തുടങ്ങി. ഒരുപാട് പിന്നെ വിവാദങ്ങൾ കുറേ പറയുന്നുണ്ടല്ലോ ബിഗ് ബോസിനെ കുറിച്ച്. വിശ്വസിക്കുന്നുണ്ടോ അത്? പ്രോഗ്രാം നല്ല പ്രോഗ്രാമാണ്. അല്ല, കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ എന്താ പറയാം? മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ ഈ കുടുംബമായിട്ടിരുന്ന് കാണാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചാണ് വിവാദം ഉണ്ടായിട്ടുള്ളത്. എന്തു പറയുന്നു? പറയാൻ കഴിയില്ല, കൊച്ചുകുട്ടികളാണ് നിങ്ങൾ. മോനെന്ത് പറയുന്നു? ബിഗ് ബോസ് കാണാറുണ്ടോ? നല്ല പരിപാടിയാണോ? വൾഗറാണ്. ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത പ്രോഗ്രാമാണെന്ന് അഭിപ്രായം. എന്താണ് തുടക്കകാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. ഫസ്റ്റ് സീസൺ സെക്കൻഡ് സീസൺ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ വൾഗറാണ്. കുടുംബമായിട്ടിരുന്ന് കാണാൻ കഴിയില്ല. മൊത്തത്തിലൊരു അഭിപ്രായം അങ്ങനെ ഉണ്ട്. പക്ഷെ എങ്കിലും പ്രോഗ്രാം നല്ല പിന്നെ റേറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലാതെ കുടുംബ പ്രേക്ഷകർ കാണണം, അതിനൊരു കണ്ടന്റ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. റേറ്റിംഗ് മാത്രം. ഞാൻ ഇതിന്റെ ഓരോ ഇഷ്യൂസ് കണ്ടു തുടങ്ങിയപ്പോഴാണ് ഞാൻ ആദ്യം മുതലുള്ള സീസണൊക്കെ എടുത്ത് കാണാൻ തുടങ്ങിയത്. അപ്പോഴും വളരെ തന്നെയാണ്. എവിടെയാ സ്ഥലം? എവിടെയാ? ഞങ്ങൾ പാലക്കാട് നിന്ന്. ഓക്കെ. ബിഗ് ബോസിനെ കാണാറില്ല, താല്പര്യമില്ല. പൊതുവിലെ ഒരു കുടുംബ പ്രേക്ഷകർ ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്നില്ല എന്നൊരു നെഗറ്റീവ്സ് പറയുന്നുണ്ട്. ഞാൻ ബിഗ് ബോസ് ഡയറക്റ്റ് കാണാറില്ല, പക്ഷേ ഫേസ്ബുക്കിലും ബാക്കിയുള്ള കമൻ്റൊക്കെ നോക്കുമ്പോൾ ഒരു ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഇപ്പോൾ ബിഗ് ബോസിൻ്റെ പരിപാടി എന്നുള്ളതാണ് ടോട്ടൽ അഭിപ്രായം. നമ്മളെപ്പോലുള്ള യുവാക്കളുടെയും കുടുംബനാഥന്മാരുടെയും അഭിപ്രായം എന്ന് പറയുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം ഇപ്പോൾ ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു പരിപാടി എല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഡെയിലി. അതിനുള്ള കാരണം അതിൽ ഓരോരോ ഇതാണ് വൾഗറായി വരുന്നുണ്ട്, ഓവറാകുന്നുണ്ട്, നല്ല രീതിയിൽ ഓവറാകുന്നുണ്ട്. അല്ല, എനിക്ക് പരിപാടിയെക്കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷങ്ങളിൽ കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ എനിക്കത് കാണാൻ താല്പര്യമില്ലാത്ത ഒരു സാഹചര്യം ആക്കിയതിൻ്റെ കാര്യം ഇതാണ്. ഇത് ഇപ്പോഴത്തെ സാഹചര്യം അതാണ്. പൊതുവെ എല്ലാവരും പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല, പലരും അറിയാവുന്ന കാര്യങ്ങളാണ്. പൊതുവെ നിങ്ങളെല്ലാവരും കാണുന്ന ആൾക്കാരാണ്, അറിയാം. ബിഗ് ബോസ് കാണാറുണ്ടോ? ബിഗ് ബോസ് കാണാറുണ്ടോ? എങ്ങനെയുണ്ട് അഭിപ്രായം? അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആരാണ്? അർജുൻ. എങ്ങനെയാണ് അത്? പുള്ളിയുടെ ഒരു അഭിനയ മികവാണോ? അതല്ല, അഭിനയ മികവായിട്ട് തോന്നിയിട്ടില്ല. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെ ഓവർ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ പുള്ളിയുടേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്നുണ്ട്. എന്നാലും അധികം കച്ചറാക്കി ബാക്കിയുള്ളവർ തമ്മിലടുപ്പിക്കാൻ ആ ഒരു രീതിയിൽ. തുടക്കം മുതലേ കാണുന്നുണ്ടോ പ്രോഗ്രാം? തുടക്കം മുതലേ ഉണ്ടോയെന്ന് ചോദിച്ചല്ല, ഒരു 5ാമത്തെ ദിവസം. പൊതുവിലൊരു നെഗറ്റീവ് അപ്രോച്ച് ചില ആൾക്കാർക്കുണ്ട് ബിഗ് ബോസിനെ കുറിച്ച്. ഒരു കുടുംബസമേതം കാണാൻ കഴിയാത്തതാണ്, വൾഗറായിട്ടൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ ചില അഭിപ്രായങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. അതിനെങ്ങനെ കാണുന്നു? അങ്ങനെ നോക്കുകയാണെങ്കിൽ ചില സൈഡിലൊക്കെ അങ്ങനെ ഉണ്ട്. അവർ ഭയങ്കരമായിട്ട് വേർഡ്സ് യൂസ് ചെയ്യുന്നതൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരു കുടുംബസമേത ആ ഒരു അപ്രോച്ച് കുട്ടികളുടെ ഇടയിലേക്ക് വരുന്നുണ്ട്. അത് അവർ ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തും കാട്ടിക്കൂട്ടുകയാണെന്നുള്ളൊരു അഭിപ്രായം ഉണ്ടോ? കഴിയില്ല, ഒരു ഗെയിമായിട്ട് കണ്ടാൽ മതി അത്, അല്ലേ? ഈ ബിഗ് ബോസ് കാണാറുണ്ടോ? ബിഗ് ബോസ് കാണാറില്ല. പൊതുവിലൊരു നെഗറ്റീവ് അപ്രോച്ച് എല്ലാവർക്കും ഉണ്ട്. ഒരു ചാനലിൽ കുടുംബസമേതം ഇരുന്ന് കാണാൻ കഴിയാത്ത പ്രോഗ്രാം. കമൻസ് കേൾക്കാറുണ്ട്, കാണാറില്ല, താല്പര്യം തോന്നിയിട്ടില്ല.
ഇതുവരെ തോന്നിയിട്ടില്ല. എന്താണ് കാരണം അവന്? സമയം കിട്ടാറില്ല. എങ്കിലും ഈ സോഷ്യൽ മീഡിയ കമൻസ് കാണുന്ന സ്ഥിതിക്ക് എന്ത് തോന്നുന്നു ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ച്? കാണാത്തൊരു കാര്യം നമ്മൾ അഭിപ്രായം കമൻസ് കേട്ടിട്ട് ഇത് തോന്നുന്നു. കമൻസ് വെച്ച് അഭിപ്രായം പറയാൻ കഴിയും, പറയും. എന്നാലും നമ്മുടെ അഭിപ്രായം പറയുന്നെങ്കിൽ കാണണമല്ലോ. കാണാതെ അഭിപ്രായം പറയാൻ കഴിയും. അത് എന്താണെന്നുള്ള നമുക്കറിയണം, കണ്ടന്റ് എന്താണെന്ന് നമ്മൾ അറിയണം. അല്ലാണ്ട് ഇങ്ങനെ പറയാൻ അതിനെക്കുറിച്ച് അതുകൊണ്ട്. ഓക്കെ. ബിഗ് ബോസ് ജനപ്രിയമെന്ന് ഒരു വിഭാഗം, ഒട്ടും കൾച്ചറല്ലെന്ന് മറ്റൊരു വിഭാഗം. ജനം വിലയിരുത്തട്ടെ. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.